സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച തിരുവനന്തപുരത്തെ നോർക്ക ഗാന്ധി ഭവൻ റോഡ് തുറന്നുകൊടുത്തു. മറ്റു റോഡുകളും ഉടൻ തന്നെ യോഗ്യമാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നല്ല കാര്യം. തലസ്ഥാന നഗരത്തെ വട്ടം ചുറ്റിച്ച സ്മാർട്ട് റോഡുകളിൽ ഒരെണ്ണം കൂടി തുറന്നു. മാർച്ച് അവസാനത്തോടെ എല്ലാ റോഡുകളും പണി പൂർത്തിയാക്കുമെന്ന് ഇടയ്ക്കിടെ ഉറപ്പുകൾ നൽകിയെങ്കിലും പാലിക്കാനായില്ല. എന്നാൽ തിരുവനന്തപുരത്തെ നോർക്ക ഗാന്ധിഭവൻ റോഡ് സ്മാർട്ടാക്കി സഞ്ചാരയോഗ്യമാക്കി. ശിശുക്ഷേമ സമിതിയിലേക്കുള്ള സഞ്ചാരപാത കുട്ടികളുടെ വേനൽക്കാല ക്യാമ്പ് തുടങ്ങുന്ന ദിനം തുറന്നുകൊടുത്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കുരുന്നുകളും. സമിതിയുടെ അവധിക്കാല ക്യാമ്പായിട്ടുള്ള കിളിക്കൂട്ടം ക്യാമ്പിൻ്റെ ആരംഭ ദിവസം തന്നെ ഇവിടുത്തെ റോഡ് പണി പൂർത്തിയാക്കി തുറക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ സന്തോഷമാണ് ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താനുള്ളത്. റോഡുകൾ പണി പൂർത്തിയാകുന്നതിന് മുന്നെയാണ് തുറന്നു കൊടുത്തതെന്നും വിമർശനമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കൺകെട്ട് വിദ്യയാണിതെന്നും പ്രദേശവാസികളുടെ ആരോപണം. ബുദ്ധിമുട്ട് തന്നെ. ഇപ്പോൾ 30,000 രൂപ വോട്ടം പോകണമെന്നുണ്ടെങ്കിൽ ലോകം ഇറങ്ങിയവരൊക്കെ ഉള്ളൂ. ഇത് ഇപ്പോൾ ഇലക്ഷൻ്റെ ഇതായതുകൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ റോഡ് ഇത്രയും ചെയ്തത്. എന്ന് വെച്ചാൽ ഇവിടെ സർക്കാർ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. 2 മാസത്തിന് മുമ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിലെ വണ്ടി ഓടാനൊക്കെ. അതേസമയം കൃത്യമായ ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിൽ റോഡ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. മറ്റു റോഡുകളും ഉടൻ തന്നെ സഞ്ചാരയോഗ്യമാക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ ഉറപ്പ്. 24 തിരുവനന്തപുരം.